ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകളിൽ കോഓപ്പറേഷൻ, അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ബാങ്കിങ് എന്ന് പറയുന്ന പേപ്പറുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ നമുക്ക് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പേപ്പറുകളിലൊന്നാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ബാങ്കിങ്ങിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബാങ്ക് എന്ന് പറയുന്ന മൊത്തമുള്ള പേപ്പറിൻ്റെ ടോപ്പിക്സുകൾ പല പല മൊഡ്യൂളുകളായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോ ചെയ്തിരുന്നു ബാങ്കുമായി ബന്ധപ്പെട്ട്. ആദ്യത്തെ വീഡിയോയിൽ ബാങ്കിങ് സ്ട്രക്ചർ അഥവാ സിസ്റ്റംസ് ഓഫ് ബാങ്കിങ്ങും, രണ്ടാമത്തെ മൊഡ്യൂളിൽ അഥവാ രണ്ടാമത്തെ വീഡിയോയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സുമായിരുന്നു ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് 3ാമത്തെ വീഡിയോ ആണ്. അതിൻ്റെ ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കും പ്രൈവറ്റ് സെക്ടർ ബാങ്കും തമ്മിലുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ഉപയോഗിച്ച് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വളരെയേറെ പ്രയോജനപ്രദമാണ്, പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളിത് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് എന്താണ് ഈ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് നോക്കാം. So public sector banks are those banks which are owned, managed and controlled by the government. പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് ഇതൊരു പൊതുമേഖലാ ബാങ്കുകളാണ്. ഈ പൊതുമേഖലാ ബാങ്കുകൾ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഗവൺമെന്റ് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യുന്ന ബാങ്കുകളെയാണ് നമ്മൾ പൊതുമേഖലാ ബാങ്കുകൾ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ അഥവാ പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് 12 നാഷണലൈസ്ഡ് ബാങ്കുകളാണ്. പക്ഷേ ഇത് 1980 നമുക്ക് ഈ കണ്ടീഷൻ അങ്ങനെ ആയിരുന്നില്ല. പബ്ലിക് സെക്ടർ ബാങ്കുകൾ അന്ന് 28 ബാങ്കുകൾ ഉണ്ടായിരുന്നു, പൊതുമേഖലാ ബാങ്കുകൾ. അതെങ്ങനെയാണ് 28 ബാങ്കുകൾ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, 1969 19 ജൂലൈയിൽ 50 കോടിയിലധികം ഡെപ്പോസിറ്റുള്ള 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു. അതുകൂടാതെ 1980 ഏപ്രിൽ മാസം 15-ാം തീയതി 200 കോടികളിലധികം ഡെപ്പോസിറ്റുള്ള 6 ബാങ്കുകളെ കൂടെ നാഷണലൈസ് ചെയ്തു. അങ്ങനെ 1969 14 ബാങ്കും 1980 6 ബാങ്കും 1955 നാഷണലൈസ് ചെയ്ത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടെ ചേർത്ത് 21 ബാങ്കും, ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസോസിയേറ്റഡ് ബാങ്കുകളായ 7 ബാങ്കും ചേർന്ന് 1980 കാലഘട്ടങ്ങളിൽ പൊതുമേഖലാ ബാങ്കുകൾ എന്ന് പറയുന്നത് 28 ബാങ്കുകളായിരുന്നു. അതിനുശേഷം 2019 2020 കാലഘട്ടങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റ് 10 പബ്ലിക് സെക്ടർ ബാങ്കുകൾ മെർജ് ചെയ്തു, അത് 4ആക്കി മാറ്റി. അതെന്തിനാണ് ഇങ്ങനെ ബാങ്കുകൾ മെർജ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ലാർജ് പ്രോജക്റ്റുകൾ ഫൈനാൻസ് ചെയ്യാൻ ചിലപ്പോൾ നമ്മളിപ്പം നിലവിലുള്ള ബാങ്കുകൾക്ക് പറ്റാതെ വരും. കാരണം അത്രയും വലിയ ഫണ്ടിങ് നടത്തുക എന്ന് പറയുന്നത് ആ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആസ്തി അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് അനുവദിക്കുന്നതല്ല. അപ്പോൾ വലിയ വലിയ പ്രോജക്റ്റുകളിലേക്ക് ഫൈനാൻസ് ചെയ്യുന്ന സമയത്ത് ആ സാഹചര്യത്തിൽ നമുക്ക് ഈ ഫണ്ട് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർ ഫോറിൻ ബാങ്കുകളോ മറ്റേതെങ്കിലും ബാങ്കുകളെ സമീപിക്കുമെന്നുള്ളത് കൊണ്ട് ആ ഇൻട്രസ്റ്റും മറ്റ് ബെനിഫിറ്റുകളും അങ്ങോട്ട് പോകുമെന്നുള്ളത് കൊണ്ട് 2019-20 കാലഘട്ടത്തിൽ സെൻട്രൽ ഗവൺമെന്റ് ബാങ്കുകളെ മെർജ് ചെയ്തുകൊണ്ട് ബാങ്കുകളുടെ ശരിക്കും അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി, ബാങ്കിങ് സെക്ടറിനകത്ത് ലാർജർ അല്ലെങ്കിൽ മോർ എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതിന്റെ എൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ബാങ്കുകളെ മെർജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2019-2020 കാലഘട്ടത്തിൽ 10 പബ്ലിക് സെക്ടർ ബാങ്കുകളെ മെർജ് ചെയ്തു, അത് 4ആക്കി ചുരുക്കി. അങ്ങനെ ഇന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പൊതുമേഖലാ ബാങ്കുകൾ അഥവാ നാഷണലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുന്നത് 12 ബാങ്കുകളാണ് ഇന്ന് നിലവിലുള്ളത്. അതേതൊക്കെയാണ് ഈ 12 ബാങ്കുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 ബാങ്കുകൾ എന്ന് പറയുന്നത് മറ്റ് ബാങ്കുമായിട്ട് മെർജ് ചെയ്ത ബാങ്കുകളാണ്. ഉദാഹരണത്തിന് SBI അസോസിയേറ്റഡ് ബാങ്കുമായിട്ട് മെർജ് ചെയ്തു, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് മെർജ് ചെയ്തു. ബാങ്ക് ഓഫ് ബറോഡ, ദീന ബാങ്ക്, വിജയ ബാങ്ക് എന്ന് പറയുന്ന നാഷണലൈസ്ഡ് ബാങ്കുമായിട്ട് എന്ത് ചെയ്തു? മെർജ് ചെയ്തു. കാനറ ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്കുമായിട്ട് മെർജ് ചെയ്തു. ഇന്ത്യൻ ബാങ്ക് അലഹബാദ് ബാങ്കുമായിട്ട് മെർജ് ചെയ്തു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക് എന്നീ ബാങ്കുകളുമായിട്ട് മെർജ് ചെയ്തു. അങ്ങനെ ഈ ബാങ്കുകളെല്ലാം കൂടെ മെർജ് ചെയ്ത് മൊത്തം 6 ബാങ്കുകളാക്കി മാറ്റി. ആ 6 ബാങ്കുകളാണ് SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ദെൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. അങ്ങനെ മെർജ് ചെയ്ത ബാങ്കുകൾ 6 എണ്ണമാണ്.
എന്നാൽ മെർജ് ചെയ്യാത്ത ബാങ്കുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ദെൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അങ്ങനെ 6 മെർജ് ചെയ്ത ബാങ്കുകളും മെർജ് ചെയ്യാത്ത 6 ബാങ്കുകളോട് ചേർന്ന് ഇന്ന് പൊതുമേഖലയിൽ നമുക്ക് 12 നാഷണലൈസ്ഡ് ബാങ്കുകളാണുള്ളത് എന്ന് നമുക്കറിയാം. ഈ 12 നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ഏറ്റവും വലിയ നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറയുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അപ്പൊ ഈ ബാങ്കുകളെല്ലാം മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന, ഓൺ ചെയ്യുന്നതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതുകൊണ്ടാണ് ഈ ബാങ്കുകളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. അതാണ് പൊതുമേഖലാ ബാങ്ക് അഥവാ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ എന്താണ് ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്? പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആർ ഓൺഡ്, കൺട്രോൾഡ് ആൻഡ് മാനേജ്ഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓർ കോർപ്പറേഷൻസ് ആൻഡ് നോട്ട് ബൈ ദ ഗവൺമെന്റ്. ഇവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ കോർപ്പറേഷൻസോ ഗവൺ ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന, ഓൺ ചെയ്യുന്ന ബാങ്കുകളെയാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഗവൺമെന്റ് അല്ല കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ നമ്മൾ രണ്ടായിട്ട് വീണ്ടും തിരിക്കുകയാണ്. ദേ ആർ ഷെഡ്യൂൾഡ് ബാങ്ക് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ രണ്ടെണ്ണമുണ്ട്. അതേതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് ബാങ്ക് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നാണ്. അപ്പോൾ എന്താണ് ഈ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് ചോദിച്ചാൽ, ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന ബാങ്കുകൾ, അത് ബാങ്കിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ബാങ്കുകളെ വിളിക്കുന്ന പേര് ഷെഡ്യൂൾഡ് ബാങ്ക് എന്നാണ്. എന്നാൽ ഈ സെക്കൻഡ് ഷെഡ്യൂളുകളിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ബാങ്കുകളെയാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. എന്തായാലും ശരി, പബ്ലിക് സെക്ടറിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും ഈ ബാങ്കുകൾക്ക് അവരുടേതായ റോളുകളുണ്ട്. അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രൈവറ്റ് ബാങ്കുകളെ വിളിക്കുന്ന പേര് ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും, അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാത്ത ബാങ്കുകളെ വിളിക്കുന്ന പേര് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളും എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്കറിയാം പ്രൈവറ്റ് സെക്ടറിലെ ഏറ്റവും വലിയ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HDFC ബാങ്കാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറയുന്ന ICICI ബാങ്കാണ്. ഇതാണ് പൊതുമേഖലാ ബാങ്കുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിലെ ബാങ്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ബാങ്കിങ് മെർജ് ചെയ്തത് ഏതൊക്കെ ബാങ്കുകളുമായിട്ടാണ് മെർജ് ചെയ്തത് എന്ന് നമ്മൾ അറിയണം. അതോടൊപ്പം തന്നെ പൊതുമേഖലയിൽ ഇപ്പം നാഷണലൈസ്ഡ് ബാങ്കുകൾ 12 എണ്ണമാണുള്ളത്. ആ 12 ബാങ്കുകളിൽ ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും രണ്ടാമത്തെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറയുന്ന പഞ്ചാബ് നാഷണൽ ബാങ്കുമാണ്. അതുകൂടാതെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് HDFC ബാങ്കും രണ്ടാമത്തെ ബാങ്ക് ICICI ബാങ്കുമാണ്. ഇതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് പബ്ലിക് സെക്ടർ ബാങ്ക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.